തിരുവേഗപ്പുറയിൽ മോഷണ പരമ്പര. തിരുവേഗപ്പുറ UP സ്കൂൾ, നരിപ്പറമ്പ് ഭാരത് പെട്രോളിയം കമ്പനിയുടെ പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. സ്കൂളിൽ നിന്നും ഓഫീസ് റൂം വാതിൽ കുത്തി തുറന്ന് മേശയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയോളം മോഷണം പോയതായാണ് പ്രാഥമിക വിലയിരുത്തൽ. രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടീച്ചർമാർക്ക് 6:15 ഡ്യൂട്ടി പറഞ്ഞിരുന്നത്. അപ്പൊ അതിനു വേണ്ടി വന്ന ടീച്ചേഴ്സാണ് ഇത് കണ്ടത്. അപ്പൊ അങ്ങനെ അവര് വിളിച്ചിട്ട് ഞാൻ സാധനങ്ങളുടെ കാര്യം ഒന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ബസ് ഫീസിന്റെ ഇനത്തിൽ ഒരു 7000 പരം രൂപ ഒരു ടീച്ചറിന്റെ മേശയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആരും കയറി നോക്കിയിട്ടില്ല, ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു അലമാര പോലും പൊളിക്കാത്തത് ബാക്കിയില്ല. അധ്യാപകരുടെ മെയിൻ രേഖയായ സേവന പുസ്തകത്തിന്റെ അലമാരയും പിന്നെ അങ്ങനെ കമ്പ്യൂട്ടറിന്റെ അലമാര എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പുസ്തകങ്ങൾക്കൊന്നും കാര്യമായിട്ട് വലിയൊരു കേടുപാട് പറ്റിയതായിട്ട് ഒറ്റനോട്ടത്തിൽ തോന്നുന്നില്ല. ഇനി അത് കറക്റ്റായിട്ട് നോക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ നോക്കിങ്ങനെ വേണം. പക്ഷെ അത് തൊടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വലിയൊരു പുസ്തകങ്ങൾക്കൊന്നും വലിയ കേടുപാട് പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു 50 SB ഉള്ള ഒരു സ്കൂളാണ്. അതുപോലെ ഒരുപാട് രേഖകളുണ്ട്. അത് എത്ര കണ്ട് ഇതിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓരോന്നെടുത്ത് ചെക്ക് ചെയ്യേണ്ടി തന്നെ വരും. അല്ലാതെ ഇപ്പൊ നഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. പെട്രോൾ പമ്പിൽ നിന്നും 1000 രൂപയും CCTV ഹാർഡ് ഡിസ്കും കൊണ്ടുപോയി. രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ടീച്ചർ എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കൊപ്പം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും അല്പസമയത്തിനകം എത്തും. കഴിഞ്ഞ ദിവസം കൈപ്പുറം ചിനവതിക്കാവ് ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. അവിടുത്തെയും CCTV ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയി. തുടർച്ചയായുള്ള മോഷണം പ്രദേശത്തുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു 10-10:30ക്കാണ് ഇവിടുന്ന് ഞങ്ങളിത് ലോക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അതിന്റെ ശേഷം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അവരൊക്കെ ഇവിടെ ആളുകളും സഞ്ചാരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ അങ്ങനെ കൃത്യമായിട്ട്, പിന്നെ നമ്മളാരും ഇവിടെ ഇല്ലല്ലോ, CCTV ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സമയം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനിയിപ്പോ നമുക്കൊരു തെളിവ് എന്നുള്ള നിലയ്ക്ക് തെളിവ് കിട്ടാനും പാകില്ലാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ DVRും മറ്റേ ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ അതൊക്കെ അവർ കൊണ്ടുപോയിരിക്കണു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ രസം. ഇത് കള്ളന്മാര് സാധാ കള്ളന്മാരല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം വിദഗ്ധരാണ്. നമുക്ക് CCTV എന്നുള്ള നിലയ്ക്ക് CCTV പരിശോധിക്കാമല്ലോ. പക്ഷെ അത് പരിശോധിക്കാനും കൂടി പറ്റാത്ത സ്ഥിതിയിൽ അതിന്റെ DVR ഒക്കെ എടുത്ത് പോയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു തെളിവും കൂടി നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഇപ്പൊ നിലവിലുണ്ട്. രാത്രി ഉൾപ്പെടെ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് 3 Max Live.